Hi friends, future tense. നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് വിൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഒരു രീതിയിൽ കൂടി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് അല്ല ഫ്യൂച്ചർ ടൈം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഭാവിയിലുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവി കാലം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് പ്ലാൻഡ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. പ്ലാൻഡ് ഡിസിഷൻസ്, പ്ലാൻഡ് ഫ്യൂച്ചർ, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അറിയാം, മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. നമ്മളൊരു പിക്നിക്കിന് പോകുന്ന വി ആർ ഗോയിങ് ടു അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അത് തുടക്കത്തിലെ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ എളുപ്പമുണ്ട്. വി ആർ ഗോയിങ് ടു അറേഞ്ച് എ പിക്നിക്. വി ആർ ഗോയിങ് ടു അറേഞ്ച് എ പിക്നിക്. അതായത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഭാവി കാലത്തിൻ്റെ രൂപം, ഫ്യൂച്ചർ ടെൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലത്തിൻ്റെ രൂപം എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ ടെൻസ്. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫോം മനസ്സിലാക്കുക. ഫോം എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഗോയിങ് ടു പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ബിയുടെ 3 പ്രസൻറ്റ് ഫോംസ് ഉണ്ടല്ലോ. ആദ്യം പഠിച്ചത് ബിയുടെ, അതായത് ബിയുടെ പ്രസൻറ്റ് ഫോംസ് ആണ് ഈസ്, ആം, ആർ. ഇപ്പോൾ ബി പ്ലസ് എന്ന് പറയുമ്പോൾ ബിയുടെ ഈ 3 രൂപങ്ങളിൽ ഏതെങ്കിലും അത് തീരുമാനിക്കുന്ന സബ്ജക്റ്റ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ളത് ഗോയിങ് ടു. മൂന്നാമത്തെ ഭാഗമാണ് ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. അത് ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. ബി പ്ലസ് ഗോയിങ് ടു പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്, അതാണ് എൻ്റെ ഫോം. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് മീൻസ് ദ വെർബ് വിത്തൗട്ട് ടു. എക്സാമ്പിൾസ് ഫോർ ഇൻഫിനിറ്റീവ്സ് ആണ് ടു ഗോ, ടു കം, ടു ഈറ്റ്, ടു ഡ്രിങ്ക്. എക്സാമ്പിൾസ് ഫോർ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്, ഗോ, കം, ഈറ്റ്, ഡ്രിങ്ക്. അല്ല ബെയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ടു ഇല്ല അവിടെ. അങ്ങനത്തെ ഇൻഫിനിറ്റീവിനാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകതരം ഫ്യൂച്ചറിൻ്റെ ഫോം എന്താണ്? ബി പ്ലസ് ഗോയിങ് ടു പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. ആ ടു എന്നുള്ളത് വെർബിൻ്റെ കൂടെ അല്ല പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടോ, ടു കം, ടു ഗോ, ടു, അതൊക്കെ ഇൻഫിനിറ്റീവ്സ് ആണ്. പക്ഷെ ഇവിടെ ഗോയിങ് ടു എന്നുള്ള ഒരു യൂണിറ്റ്, അതിന് ശേഷമാണ് ബെയർ ഇൻഫിനിറ്റീവ് വരുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, കാരണം അല്ലെങ്കിൽ എന്നാ പറ്റും, ഐ എം ഗോയിങ് ടു എന്ന് പറയേണ്ടി വരും. ഐ എം ഗോയിങ് ടു അങ്ങനെ പറയേണ്ടി വരികയില്ല. അതുകൊണ്ടാണ് ഒരു ടു ഇല്ല. അപ്പോൾ അത് ബെയർ ഇൻഫിനിറ്റീവ് ആവും. ബി പ്ലസ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഫോംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ ടു ബി, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ബിയുടെ പ്രസൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. ആം, ഐ ആം. ഈസ്, ഹീ, ഷീ, ഇറ്റ് ഈസ്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആർ. യു ആർ, ദേ ആർ, വി ആർ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണ്, അതായത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോവുകയാണ്. അല്ലെങ്കിൽ വേറെ സമയം സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയും. അത് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഭാവി കാലത്തെ കാര്യങ്ങൾ. ഇമ്മീഡിയറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്നു. വലിയ ഒത്തിരി ഭാവിയിലോട്ടുള്ളതല്ല, നിയർ, അടുത്ത കാലം എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യം? ഒന്ന് ഫോം ബി പ്ലസ് going to plus bare infinity.
ബെയർ ഇൻഫിനിറ്റീവ് എന്താണ്, ടു ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് ഈ ടെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യങ്ങളെപ്പറ്റി പറയാം. ഓക്കെ, ഇനി നോക്കിയോ, സെൻറ്റൻസ് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഗോയിങ് ടു ഈസ് 1 യൂണിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ദാറ്റ് മീൻസ് ടു ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ വെർബ്. അതായത് ഇവിടെ ടു മീറ്റ് അല്ല, ഗോയിങ് ടു ഇവിടം വരെ ഒരു യൂണിറ്റ് ആണ്, പിന്നെയാണ് ബെയർ ഇൻഫിനിറ്റീവ് വരുന്നത്. ഗോയിങ് ടു എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. മീൻസ് ദ വെർബ് it is part of going. To is not part of the verb, but it is part of going. So, any examples on that? We are going to meet the principal. അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു പ്രിൻസിപ്പളിനെ കാണാൻ പോവുകയാണ്. അതേസമയം പെട്ടെന്നൊരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്പോണ്ടേനിയസ് എന്ന് പറയും. സ്പോണ്ടേനിയസ്, പെട്ടെന്നൊരു കാര്യം. അങ്ങനെയാണ് വി വിൽ മീറ്റ് ദ പ്രിൻസിപ്പൽ സൂൺ. രണ്ടും കൂടെ കൂട്ടിക്കൊടിക്കുന്നത്, അത് നമ്മളതൊക്കെ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വി ആർ ഗോയിങ് ടു മീറ്റ് ദ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തു, ഡിസൈഡ് ചെയ്തു, ഇനി നമ്മൾ പോവുകയാണ്. രണ്ടാമത് ഐ ആം ഗോയിങ് ടു ജോയിൻ ദ ആർമി. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറിപ്പിൽ എഴുതി വെച്ച് നേരത്തെ എഴുതി വെച്ചതാണ്, നേരത്തെ ഡിസിഷൻ എടുത്തതാണ്. അപ്പം നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഐ എം ഗോയിങ് ടു ജോയിൻ ദി ആർമി. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ പറഞ്ഞാൽ സൺഡേ ഐ വിൽ ജോയിൻ ദി ആർമി. അതാണ് അതിൻ്റെ വ്യത്യാസം. സൺഡേ ഐ വിൽ ജോയിൻ ദി ആർമി എന്ന് പറയുന്നതും ഐ ആം ഗോയിങ് ടു ജോയിൻ ദി ആർമി എന്ന് പറയുന്നതായിട്ടുള്ള വ്യത്യാസമാണ്. ഇത് നേരത്തെ ഉറപ്പിച്ച സമയം. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇപ്പം തന്നെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നിറച്ച് മേഘങ്ങൾ ഇങ്ങനെ നീക്കി, കാർമേഘങ്ങൾ. അപ്പോൾ ഒരാൾ പറയാ ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ. ഇറ്റ് വിൽ റെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റെയിൻ, ഭാവിയിൽ മഴ പെയ്യും. ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇമ്മീഡിയസി ഉണ്ട്. അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഞാൻ പറഞ്ഞില്ലേ, അതാണ്. അല്ലാത്തതിന് ഉപയോഗിക്കാം, പക്ഷേ എങ്കിലും സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഡിഫറൻസ്? ഇറ്റ് വിൽ റെയിൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. വ്യത്യാസം പറയും. നമുക്ക് പറയാം ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്നൊരാൾ പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ആകാശം നിറഞ്ഞ് ക്ലൗഡ്, അതായത് കാർമേഘങ്ങളാണ്, എന്നാലും അദ്ദേഹം പറയുകയാണ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. 2 മിനിറ്റിനകം മഴ പെയ്തു, എല്ലാവരും കൂടെ നോക്കും. മനസ്സിലാകുന്നുണ്ട്? അതാണ് കാര്യം. ഇറ്റ് വിൽ റെയിൻ, ഇറ്റ് വിൽ റെയിൻ ടുമാറോ, ഇറ്റ് വിൽ റെയിൻ ഡേ ആഫ്റ്റർ ടുമാറോ, നാളെ മഴ പെയ്യും, ചിലപ്പോൾ ഇപ്പം മഴ പെയ്യും, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനകത്തൊരു പ്രത്യേകതയാണ്. അതായത് ഡെഫിനിറ്റ്, കൃത്യമായിട്ട് പറയാം. ഷീ ഈസ് ഗോയിങ് ടു ക്ലീൻ ദ ഷെൽഫെല്ലാം ഇന്ന് വൃത്തികളായിട്ട് കിടക്കുകയാണ്. പ്രത്യേകം അവളത് കണ്ടു. അപ്പോൾ അവളത് നേരത്തെ തീരുമാനിച്ചു. ടുമോറോ ഷീ ഈസ് ഗോയിങ് ടു ക്ലീൻ ദ ഷെൽഫ്. ഷീ വിൽ ക്ലീൻ ദ ഷെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ഷീ വിൽ ക്ലീൻ ദ ഷെൽഫ്. അത് ചിലപ്പം നാളെ ആയിരിക്കും, നാളെ കഴിഞ്ഞായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് തീരുമാനിച്ചു, അത് ചെയ്യാൻ പോകുന്നു. 5ാമത്തെ ദേ ആർ ഗോയിങ് ടു എൻജോയ് ദ റെയിൻ. അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകം കുറേ കുട്ടികളെല്ലാം ഇങ്ങനെ ശാഠ്യം പിടിക്കുക, നമുക്ക് മഴയെ തരണം, ഓടണം. അപ്പം ഒരാൾ പറയണം ദേ ആർ ഗോയിങ് ടു എൻജോയ് ദ റെയിൻ. മഴ പെയ്തുകൊണ്ടിരിക്കുക. ദേ വിൽ എൻജോയ് ദ റെയിൻ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു കൃത്യത ഇല്ല. അവർ എൻജോയ് മഴ വരുമ്പോൾ അവർ എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ദേ ആർ ഗോയിങ് ടു എൻജോയ് ദ റെയിൻ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരിപ്പോൾ തന്നെ അതിനകത്ത് ചാടി കളിക്കും എന്നുള്ള അർത്ഥമാണ്. 6ാമത്തെ മൈ പേരൻസ് ആർ ഗോയിങ് ടു പ്രേ. അവർ നേരത്തെ തീരുമാനിച്ചു. ഏതായാലും ഒത്തിരി നാളായി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ചേക്കാന്നുള്ള ഒരു ഉറപ്പാണ്. അത് തീരുമാനിച്ചുറച്ച കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഗോയിങ് ടു. അതും സാധാരണഗതിയിൽ ഉടനെ തന്നെ സംഭവിക്കണം.
ഉടനെ തന്നെ സംഭവിക്കണം. തീരുമാനിച്ചുറച്ചതായിരിക്കണം. അധികം താമസിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ് നമ്മൾ ഗോയിങ് ടു ഫ്യൂച്ചർ എന്നാണ് ഞാൻ പറയുന്നത്. ഗോയിങ് ടു ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏഴാമത്തെ വി ആർ ഗോയിങ് ടു ഹാവ് അവർ ഡിന്നർ. ഡിന്നർ പറഞ്ഞാൽ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഒരാൾ വന്ന് പറഞ്ഞു എവറിത്തിങ് ഈസ് റെഡി, ടേബിളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഒരാൾ പറഞ്ഞു കം ഓൺ ലെറ്റ്സ് വി ആർ ഗോയിങ് ടു ഹാവ് അവർ ഡിന്നർ. വി വിൽ ഹാവ് അവർ ഡിന്നർ എന്ന് പറഞ്ഞാലോ, വി വിൽ ഹാവ് അവർ ഡിന്നർ. അതിന് പ്രത്യേക തൃപ്തതയില്ല. നമുക്ക് ആകും വി വിൽ ഹാവ് അവർ ഡിന്നർ. പക്ഷെ വി ആർ ഗോയിങ് ടു, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അത് നേരത്തെ തീരുമാനിച്ചതാണ്. രണ്ട്, ഇപ്പം തന്നെ നടക്കാൻ പോകുന്നതാണ്. അതാണ് ഞാൻ പറയുക ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അല്ലാത്തതിനെ ഉപയോഗിക്കാം, പക്ഷേ ഇംഗ്ലീഷിൽ സാധാരണ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഫ്യൂച്ചർ ടെൻസാണ് ഗോയിങ് ടു ഫ്യൂച്ചർ. അതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തണം, ഫോം ബി പ്ലസ് ഗോയിങ് ടു പ്ലസ് വേർ ഇൻഫിനിറ്റീവ്. ബിയുടെ രൂപങ്ങൾ മാറും പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് അനുസരിച്ച്. ഐ ആം, ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ബോയ് ഈസ്, ഗേൾ ഈസ്. ബാക്കിയുള്ള എല്ലായിടത്തും ആർ. യു ആർ, വി ആർ, ദേ ആർ, ബോയ്സ് ആർ, ഗേൾസ് ആർ, വിമൻ ആർ, മെൻ ആർ, ട്രീസ് ആർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞ നേരത്തെ തീരുമാനിച്ചുറച്ചതും അധികം താമസിയാതെ സംഭവിക്കുന്നതുമായ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ആം ഗോയിങ് ടു ഫ്യൂച്ചർ അല്ലെങ്കിൽ ബി ഗോയിങ് ടു ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ സീ യു അഗൈൻ, ബൈ.